അതേപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഞാൻ എന്റെ ഫീൽഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈനിങ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഫീൽഡിൽ ഇപ്പോ AI വന്നിട്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ റെൻഡറിങ്സ്, അതേപോലെ തന്നെ ക്ലയൻസിന് നമ്മൾ സാധനം സബ്മിറ്റ് ചെയ്യുമ്പോൾ പഴയത് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ നല്ല രീതിക്ക് റെൻഡറിങ്ങും കാര്യങ്ങളും ചെയ്ത്, പിന്നെ നമ്മൾ റെൻഡറിങ് ചെയ്താൽ പോലും അത്രയും ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി നമുക്ക് കിട്ടൂല. അപ്പൊ ആ സമയത്ത് നമുക്ക് AI വന്നതുകൊണ്ട് ക്ലയന്റിന് ഒരു പെട്ടെന്ന് 15 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് കാര്യങ്ങൾ, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ 15 ദിവസം കൊണ്ട് ചെയ്ത സാധനം ഇന്ന് വെറും 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരു ഫീൽഡ് നോക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാനും ഇപ്പൊ കംപ്ലീറ്റ് ഓരോരോ ട്രെൻഡാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പൊ നിലവിൽ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ബേസ് ചെയ്തിട്ട് കുറെ ആൾക്കാർ അതിന്റെ വൈത്താലെ പോകും. അതൊക്കെ ഒരു AI ബേസ് ചെയ്തിട്ടാണല്ലോ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിൽ പോകുന്നത്. അപ്പൊ അത് എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്താണ് അത്, ശരിക്കും എന്താണ് സംഭവിക്കണം എന്നുള്ളത്? ശരിക്കും ഇതിന്റെ ഒരു ബാക്ക് എൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ന് പറഞ്ഞു, ഇപ്പോൾ വൈറ്റ് ലാബിൽ വൈറ്റ് കോളറിൽ ജോബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ വൈറ്റ് ലാബിലുള്ള പ്രോഡക്ട്സ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് ടൂൾസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ടൂൾ ഡെവലപ്പ് ചെയ്യണ്ടേ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ, അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ടെക്നിക്കൽ വശം അയാൾക്ക് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, എന്നാലല്ലേ നമുക്ക് ചാറ്റ് GPT എന്തെങ്കിലും ചോദിച്ചാൽ, ചാറ്റ് GPT ഒരു 10 വയസ്സായ ഒരു കുട്ടി ചോദിച്ചാൽ അതിന്റെ രീതിയിലാണ് മറുപടി കൊടുക്കുക. ഒരു 20 വയസ്സായ ആൾ ചോദിച്ചാൽ അതിന്റെ രീതിയിലാണ്, ഒരു പ്രൊഫഷണൽ ചോദിച്ചാൽ അതിന്റെ രീതിയിൽ. അപ്പോൾ ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ അതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ളതാണ്.